തമിഴ് പ്രോഗ്രാം 24-ലെ തമിഴ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ജയ് ആണ്, ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് കൂടിയാണ് നമ്മുടെ കൂടെയുള്ളത്. ജയ്ക്ക് റെസ്പോൺസ് കൈഡിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ നമുക്ക് ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയം മൊത്തത്തിലൊന്ന് മാറിപ്പോയി. എന്താണ് ഇതിലേക്ക് ഒരു കാരണം? അതായത് മൂന്നാം ഭരണം ഉണ്ടാകുന്ന ഉറപ്പിച്ചിരുന്ന സമയത്താണ് ഇപ്പോൾ മൂന്നാം ഭരണത്തെ വെട്ടി നിർത്തി പുതിയൊരു, അതായത് നീലമയമായിരിക്കുന്നത് കേരളത്തില്. ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതില് സീരിയസ്ലി ഞാന് വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇത്ര സീറ്റ് കിട്ടൂല എന്നാണ്. കാരണം പൊതുവെ കോൺഗ്രസുകൾ പല പാർട്ടി എല്ലാ ന്യൂനപക്ഷങ്ങളും രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും സപ്പോർട്ട് കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അതിനൊരു പരിധി ഉണ്ടെന്ന് വിചാരിച്ചത്. ഈ പറയുന്ന പോലെ ഇത്രയും വലിയ വിജയം നേടുന്ന വ്യക്തിപരമായി ഞാൻ വിശ്വസിച്ചില്ല. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ ജയിക്കുമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ കൂടിപ്പോയൊരു ഒന്നെങ്കിൽ കോൺഗ്രസിന് 75 സീറ്റ്, ഏകദേശം ഇടതുപക്ഷത്തിനൊരു 65, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇടതുപക്ഷത്തിനൊരു 65, ഈ പറഞ്ഞ 75, കോൺഗ്രസിന് 60, 10 സീറ്റ് 12 സീറ്റിന്റെ മാറ്റത്തിൽ കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് പുറമേ കണ്ടാ അറിയില്ല. ഞാൻ അധികം സംസാരിച്ച ആളുകളോട് സംസാരിച്ചപ്പോൾ ഈ പാർട്ടിന്റെ ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ പിണറായി വിജയനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഈ സ്വജനപക്ഷപാതത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവരുടെ കണ്ണൂരിൽ ഈ പറയുന്ന എന്തോ ഫണ്ട് തട്ടിപ്പുകൾ, ഫണ്ട് അത് ചെയ്തു, അങ്ങനെ തിരിമറി നടത്തി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെയും കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പാർട്ടിയെ നന്നാക്കാനൊന്നും ചെയ്തതല്ല. ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാർ എന്ന് വെച്ചാൽ പാർട്ടിനുള്ളിൽ തന്നെ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ടാവും. ഇതില് പാർട്ടിനുള്ളിൽ ഈ പറയുന്ന പെട്ടെന്ന് എന്ത് വന്നാലും പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും, നിഷ്പക്ഷരായ അണികളും ഉണ്ടാവാം. അവർക്ക് ചായവുണ്ടാവും, അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷെ ഈ എന്ത് വന്നാലും മാറാത്ത ആൾക്കാരില്ല. അവരത് ശരിയായിക്കോളും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നിഷ്പക്ഷരായ അണികളിൽ തന്നെ നിഷ്പക്ഷരായ ആൾക്കാർ മാറ്റി കുത്തി ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു. പിന്നെ പൊതുവെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇനി കോൺഗ്രസ് ഇവിടെ വന്നില്ലെങ്കിൽ SIR ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെ നാട്ടിലൊക്കെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ, നമ്മളൊരു സാധാ വെച്ചാൽ ഒരാളോട് ചോദിച്ചാൽ വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ എന്നേക്കുമായി വോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. പേരുന്നേ പോകും, ഈ പറഞ്ഞ് വോട്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രചരണങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അത് കൂടുതലുണ്ട്. അത് കാരണം ഒരുവിധ ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വന്നു. പിന്നെ ഇനി കോൺഗ്രസ് ഇവിടെ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതായി പോകും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് പോയിട്ട് ഉണ്ടല്ലോ, ഉണ്ടാകുമല്ലോ, ഒരു ഇതെല്ലാം പോയിട്ടുണ്ട്. കാരണം ഇതെല്ലാം നേരത്തെ എന്ന് പറയുമ്പോൾ CPM കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ 35 അല്ലെ, അതല്ല 35 അല്ലേ, ആ 35ലേക്ക് ഒതുങ്ങിപ്പോയി. അപ്പോൾ ഈ പറഞ്ഞ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ആളുകളും ഈ ന്യൂനപക്ഷത്തിന്റെ ആൾക്കാരും എല്ലാം കോൺഗ്രസിന് അനുകൂലമായി കുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയേറെ ഈ ഭരണത്തെ വെറുത്തവരായിരിക്കും. അങ്ങനെ വെറുക്കാനായിട്ട് എന്താ കാരണം? മെയിൻ ചിലവർക്ക് ചില ആറ്റിറ്റ്യൂഡ് പിടിക്കണം എന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം പിണറായി വിജയൻ ഒരു CPM ഒരു കേഡർ പാർട്ടിയാ. പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ്, ഒറ്റയാൾ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് ചില സ്ഥലത്ത് അത് വർക്കാവും. ചിലപ്പം ഇപ്പൊ വേറെ പാർട്ടികൾ ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നുണ്ടാവും, പക്ഷെ ഇവിടെ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അതൊരു കഴിവാണ്. അത് വെച്ചാൽ നമ്മള് ഒറ്റയാളെന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആളുകളെ ചേർത്ത് നിർത്തി എന്നിട്ട് വേണോ ഒരാളെന്ന് പറയാൻ, അല്ലാതെ ഞാനാണ് എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ട്. പിന്നെ CPM അങ്ങനെ വളരെ ഭരണ പരാജയമാണെന്നുള്ള ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഭയങ്കരമായ അത് എനിക്കില്ല. മീൻസ് കോൺഗ്രസ് ഭരിച്ചിരുന്ന് ഓക്കെ, വിമർശനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പല രീതിയിലും പല കാര്യങ്ങളിലും പലതിലും. ഇപ്പൊ ഈ റോഡ് വന്നതിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ കോൺഗ്രസ് ഭരിച്ചിരിക്കുമ്പോഴുള്ള കുറച്ച് നാട്ടിലുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ ആക്ച്വലി വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ധാർഷ്ട്യം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഈ ബിസിനസ്സുകാർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാല് ഈ ബിസിനസ്സുകാർ, എനിക്ക് പരിചയമുള്ള പല ആളോട് സംസാരിക്കുമ്പോൾ ഖജനാവിൽ പൈസ ഇല്ല. അപ്പൊ ഇത് ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ നടക്കൂല. അപ്പൊ പൊതുവെ ഈ ബിസിനസ്സുകാർക്ക് ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള ഫണ്ടുകൾ, ഇതെല്ലാം ടെൻഡർ, പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം കറക്റ്റ്. ആത്മഹത്യയൊക്കെ നടന്നിരുന്നല്ലേ, ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു യുവാവ് ജോലി നിർത്തി നാട്ടിൽ വന്നിട്ട് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങാനായിട്ട് വിചാരിക്കുകയും യാദൃശിക വെച്ചാൽ അയാൾക്ക് തുടങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് അയാൾ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണക്കാരിയായത് ശ്യാമള എന്നുള്ള ഒരു സഖാവായിരുന്നു. ആ സഖാവ് ഇപ്പൊ മത്സരിച്ച് തോറ്റ് പരാജയപ്പെട്ടു. ഞാൻ വ്യക്തിപരമായി തോക്കണം എന്ന് വിചാരിച്ച രണ്ടാൾക്കാരാണ്. ഒന്ന് ശ്യാമളയും, പിന്നെ ഒന്ന് എലത്തൂരിലുള്ള ശശീന്ദ്രൻ. അത് വേറെ കാരണം കൊണ്ടൊന്നല്ല, പുള്ളിക്ക് വയ്യാത്ത ഒരാളെ പിന്നെയും വെറുതെ ഒന്നുമില്ല, പുള്ളിനെ സഹായിക്കാൻ തന്നെ രണ്ടാൾ വേണം. അപ്പൊ അങ്ങനത്തെ ഒരാള് കാര്യമില്ല. അതുകൊണ്ടല്ല നടക്കാൻ പോലും കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാളെ ഒരു ഡമ്മി പോലെ ഉണ്ടാവും. ഡമ്മി പോലെ തന്നെയാണ്. അല്ലെങ്കിലും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു CPM ഭരണം അവസാന കാലഘട്ടത്തിലേക്ക്
CPM പാർട്ടിനേക്കാൾ ഉപരി ഒരു പിണറായി വിജയന്റെ വൺ മാൻ ഷോ എന്ന രീതിയിലേക്ക് ചിലപ്പോഴൊക്കെ മാറിപ്പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? പിണറായിയുടെയും ഇതുണ്ട്. അതിപ്പോ രണ്ട് രീതിയാണ്. അപ്പം പിണറായി പല വാഗ്ദാനം കൊടുത്തു. ഈ കുറെ വാഗ്ദാനങ്ങളൊക്കെ പ്രോബ്ലമാറ്റിക് ആണ്, പക്ഷെ എന്നാലും കൊടുത്തതും പാലിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് ഒരു ബിരിയാണി കൊടുക്കുക, വേണേ വന്ന് തിന്നു പോകുന്ന പറയുന്നതും, നിങ്ങളൊരാൾക്കൊരു കഞ്ഞിയും പയറും കൊടുത്തിട്ട് സ്നേഹത്തോടെ തിന്നു പോകുന്ന പറയുന്നത്, അപ്പൊ അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടം കഞ്ഞി പയറ് കിട്ടുന്നതായിരിക്കും. ഒരു ബിരിയാണി കൊടുത്തതിന്റെ കാര്യമില്ല. അപ്പം ഈ ഒരു മാറ്റമുണ്ട്. പിന്നെ അണികളും ഒരു ഗൺമാന്റെ ഒക്കെ ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ടാവും. അപ്പം എല്ലാരും വെച്ചാൽ നാട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്ന എന്റെ നാട് എന്നല്ല, പൊതുവെ നമ്മളിവിടെയുള്ള എല്ലാ ഈ നേതാക്കന്മാർക്ക് ഒരു ധാർഷ്ട്യ സ്വഭാവം വന്നു. കാരണം ഞങ്ങൾ ഇനിയും ഭരിക്കും എന്നുള്ള ഒരു ഭയങ്കരമായ വിശ്വാസം ഉണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചത് ഇനിയും ഭരിക്കും തന്നെയാണ്. അപ്പം അതിൽ ആളുകൾക്ക് പിണറായിയും ബാക്കിയുള്ളവരെ എല്ലാരും കൂടി ആയപ്പോ ഈ ഒരു ഭയങ്കര ദേഷ്യം വന്നു. ഈ എല്ലാ കാരണങ്ങളും ന്യൂനപക്ഷ ഏകീകരണം കൂടിയപ്പോഴാണ് ഇത്രയും വലിയ നിയമത്ത് SDP പിന്തുണ ശിവൻകുട്ടി നേടിയെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേ ശിവൻകുട്ടി ഇന്ന് പറയാണ് കോൺഗ്രസിലെ വോട്ടുകളെല്ലാം BJPയിലേക്കാണ് ഒഴുകിപ്പോയേക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ SDP എന്നൊരു പാർട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാർട്ടിയാണ്. പോരാത്തതിന് SDP അഭിമന്യുവെ കൊന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണക്കാർ കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ SDP-യും ഈ CPM തമ്മിൽ അവിശുദ്ധ കൂട്ടിക്കെട്ട്, അതിന്റെ ഒരു മറനീക്കിയുള്ള നാടകം തന്നെയല്ലേ ഈ ഒരു പല സ്ഥലത്തും ഡീൽ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കേട്ടതാണ്. ആ ഡീലും കൂടി ഈ CPM-ന്റെ ഈ ഒരു തോൽവിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതില് നിയമത്തിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ എന്തായാലും കിട്ടുന്ന സീറ്റിലൊക്കെ ഇവര് ഡീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ചില സീറ്റുകൾ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അധികവും ഞാൻ ഇലക്ഷൻ നോക്കുമ്പോൾ അധികം എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള സീറ്റുകൾ കിട്ടില്ല എന്ന് മനസ്സിൽ വെക്കുക. കിട്ടുകയാണെങ്കിൽ ആരും അറിയാതെ ഇങ്ങനെ കിട്ടിപ്പോണം. അപ്പം ചാത്തന്നൂർ ആരും എക്സ്പെക്ട് ചെയ്യാത്ത, മീൻസ് നല്ലോണം വർക്ക് ചെയ്ത ഒരാളാണ്. BJP-ക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു മെയിൻ എന്തായാലും കിട്ടും എന്നുള്ള രീതിയല്ല. പക്ഷെ നിയമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരു ധാരണ. മഞ്ചേശ്വരം ഇപ്പം ശിവൻകുട്ടി പറയുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് CPM-ന് വോട്ട് കാണാനില്ല. 20,000 വോട്ട് കാണാനില്ല. അത് എവിടെ പോയി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ശിവൻകുട്ടി പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ 16,000 വോട്ട് കിട്ടിയതാണ്. ആ വോട്ട് എവിടെ പോയി എന്നാണ് ശിവൻകുട്ടി നിയമത്തിലെ ആൾക്കാരോട് ചോദിക്കുന്നത്. ഇതേ ന്യായം ശിവൻകുട്ടി മഞ്ചേശ്വരത്ത് എടുക്കുകയാണെങ്കിൽ ശിവൻകുട്ടി ഇതിന് ഉത്തരം പറയണം. ഈ വോട്ടുകൾ എവിടെ പോയി എന്ന് ശിവൻകുട്ടി പറയണം. ഇത് നമ്മളെല്ലാ സ്ഥലത്തും ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കരുതല്ലോ. അപ്പം ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവര് കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലത്ത് മാക്സിമം ഇവര് നോക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖരന് നല്ല അത്യാവശ്യം ജനപിന്തുണ ഉണ്ട്. പിന്നെ പുള്ളി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. ശിവൻകുട്ടീനെ നമുക്ക് അറിയാലോ. ശിവൻകുട്ടി എഡ്യൂക്കേഷൻ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ മാത്രമേ രാഷ്ട്രീയത്തിൽ വരാവുന്നല്ല. പക്ഷെ പുള്ളിക്ക് വേറൊരു ഇമേജ് ആണുള്ളത്. ഇപ്പൊ എന്റെ വീട്ടിലോ നാട്ടിലൊക്കെ ചോദിച്ചാൽ ശിവൻകുട്ടി എന്ന് നമുക്ക് അറിയുന്ന നിയമസഭയില് മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. സംഭവം നമുക്ക് ഇന്നും ഓർമ്മയുണ്ടല്ലോ. അതായത് മാണിയുടെ ബഡ്ജറ്റ് അവതരണത്തില് സകലമായ സംഭവങ്ങളും കമ്പ്യൂട്ടർ എടുത്തോണ്ട് ഓടുന്ന ആള് എല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ട്. അപ്പൊ ഈ ഇമേജ് ആണ് എല്ലാരും മുന്നിലും. രാജീവ് ചന്ദ്രശേഖരൻ ആ ഒരു ഇമേജ് ആണ്. ശിവൻകുട്ടി ആക്ച്വലി ഒരു ചീപ്പ് ഇമേജാ. ഇതൊരു ശിവൻകുട്ടീനെ പ്രശംസിക്കുന്ന ആളുകളൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖരന് കുറച്ചുകൂടി ഒരു ഇതുണ്ട്. പിന്നെ പുള്ളിക്ക് ഈ അടുത്തൊരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പം അത്യാവശ്യം നോളജ് ഉണ്ട് എന്നുള്ള രീതിയാണ്. പിന്നെ ആളുകൾ നോക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേറ്റ് ഒരു സീറ്റ് കിട്ടിയാൽ നമുക്ക് അടുത്തത് കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടൂല. അതങ്ങനെ ഒന്ന് കിട്ടിയാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതാണ് നമ്മളെ മോഡൽ എന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാരണമുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു പേടിയുണ്ട് കിട്ടുന്നത്. ഇവര് മാക്സിമം ഡീൽ വെച്ചു. പക്ഷെ കൂടുതൽ ആളുകൾ അതിപ്പം നമ്മള് കഴിഞ്ഞ ഇലക്ഷനിൽ സുരേഷ് ഗോപിനെ തോപ്പിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വോട്ട് വന്നപ്പോഴാണ് ഇതും കണക്കൂട്ടിൽ അങ്ങനെ എന്നിട്ടും എന്തൊക്കെയോ ഒരു മാജിക് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊപ്പഗണ്ട ആണെന്നൊക്കെ അതിലും വാദം കൊണ്ട് വന്നതാണ്. അതായത് എന്തൊക്കെയോ ഒരു എന്താ പറയാ, ജയിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് തട്ടിപ്പാണ്. അതാണ് ഇപ്പൊ BJP ജയിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതെ BJP ജയിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധമാണ്. ഇവര് വരുമ്പോ ഇന്ന് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് ജനാധിപത്യം വീണ്ടും കേരളത്തിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞത് ജനാധിപത്യമാണോ അത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ജനാധിപത്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു മതപ്രീണനത്തിന്റെ നിലയിലല്ല എല്ലായിടത്തും പ്രീണിപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് പണ്ടും
കോൺഗ്രസ് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ എല്ലാ പാർട്ടിക്കാരും കൂടെ ഉള്ളതുകൊണ്ടും പണ്ട് കോൺഗ്രസ് മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നമ്മളൊരു 10-20 കൊല്ലം 30 കൊല്ലം മുന്നോട്ട് ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, എവിടെ എന്ത് ചെയ്താലും ഇപ്പുറത്ത് ആരും അറിയില്ല. അപ്പൊ കോൺഗ്രസ് അവിടെ കുറെ പ്രീണിപ്പിക്കും, ഇവിടെ കുറെ പ്രീണിപ്പിക്കും, എന്നിട്ട് ഇങ്ങനെ ഒത്തുമിച്ച് കൊണ്ടുപോയി. പക്ഷെ ഇപ്പം അതങ്ങനെ പറ്റൂല. കോൺഗ്രസ് ഒരു പ്രീണന പാർട്ടി തന്നെയാണ്. അത് ഏത് രീതിയിൽ നോക്കിയാലും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ രാഷ്ട്രീയ സാഹചര്യം മാറിയോണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇടയിൽ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ ലൈൻ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഗുജറാത്ത് ഇലക്ഷനിലാണ് തോന്നുന്നു രാഹുൽ ഗാന്ധി, എനിക്ക് തോന്നുന്നു ഞാൻ റഫ് കണക്കൂട്ടിലാണ് വെരിഫൈ ചെയ്യേണ്ടി വരും, മോഡി പോയതിനെക്കാട്ട് കൂടുതൽ അമ്പലത്തിൽ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട്. ഞാൻ പൂനൂലൊക്കെ ഇട്ടിട്ട് ആ ഒരു ദത്രയ ബ്രാഹ്മണനാണെന്ന് പറയുന്ന ഒരു ഇതൊക്കെ അല്ലേ. പക്ഷെ ആളുകൾ വിശ്വസിച്ചില്ല. കാരണം ആളുകൾ പറയുന്നത് ഇയാൾ ഇന്ന് ഇത് പറയും നാളെ മാറ്റി പറയും. പിന്നെ അതുപോലെ വേറെ ഒറിജിനൽ ഉണ്ടാകും എന്തിനാ ഫോട്ടോസ്റ്റാറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരെ പറയാൻ ആളുകൾക്ക് വിശ്വാസമില്ല. അപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രീണന പാർട്ടിയാണ്. അത് എവിടെയാണോ പ്രീണിപ്പിക്കുക അതങ്ങനെയാണ്. കോൺഗ്രസ് സ്റ്റൈലേ അങ്ങനെ അല്ല. അത് അതിനൊരു പ്രത്യേകിച്ച് ഒരു അങ്ങനെ ആശയം നമ്മൾ പറയും. ഓക്കെ കോൺഗ്രസ് ഗാന്ധിയന്മാരെന്ന് പറഞ്ഞാലും അല്ല, നമുക്കൊരു പുസ്തകത്തിലെ ഇത് ആശയങ്ങളൊന്നുമില്ല. ഇവിടെ പ്രീണിപ്പിക്കുന്ന അവിടെ അധികാരം കിട്ടണം. അതാണ് പിന്നെ അതുപോലെ ഇന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന ഇറക്കിയത് അസമിലും പിന്നെ എന്തുവാ വേറെ എവിടെ സ്ഥലത്ത് ബംഗാളിലും അതെ അസമിലും ബംഗാളിലും BJP അധികാരത്തിൽ കയറിയത് എന്തോ തിരിമറി കാണിച്ചിട്ടാന്നുള്ളത്. നേരത്തെ വോട്ട് ചോരിയായിരുന്നു, ഇപ്പൊ എന്ത് തിരിമറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് കേരളത്തിൽ നല്ലതും അങ്ങനെയല്ലേ. ഞങ്ങൾ ജയിച്ച സ്ഥലവും നല്ല സ്ഥലവും നല്ലതും ഇവിടെ ജയിച്ചത് വളരെ മോശമാണ്. ഇതേ രാഹുൽ ഗാന്ധിയാണ് കുറച്ചു ദിവസം മുന്നേ മമതയുടെ ഗുണ്ടായിസ രാഷ്ട്രീയമാണ് അങ്ങനെ. ഇതേ രാഹുൽ ഗാന്ധിയുടെ ഒരു പാർട്ടിക്കാരനെയാണ് 10 ദിവസം മുന്നേ അടിച്ചു കൊന്നത് തൃണമൂൽ കോൺഗ്രസ്സുകാര്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി എനിക്കറിയില്ല രാഹുൽ ഗാന്ധിക്ക് ആരെ ഉപദേശിക്കുന്ന ഒരു 10 വയസ്സുകാരനെ ഉപദേശിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി. അതെ, ഇപ്പൊ രാഹുൽ ഗാന്ധി സംബന്ധിച്ച് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും എല്ലാം വോട്ട് ചോരിയാണ്. ഇപ്പൊ ദില്ലിയില് ഒരു അന്തരീക്ഷ മലികൾ ഉണ്ടായതിന് അതിനെ കാണുമ്പോൾ ഒരു വോട്ട് ചോരിയാന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, പക്ഷെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ സ്വയം വാഴ്ത്തുന്നത് ഭാവി പ്രധാനമന്ത്രിയാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവി പ്രധാനമന്ത്രി ആകാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തെങ്കിലും പാർലമെന്റ് പ്രധാനമായിട്ടുള്ള പല ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടില്ല. കാരണം പുള്ളിക്കാരൻ അപ്പൊ പുറമേ പോയിട്ട് ഇന്ത്യനെ പറ്റി തന്നെ കുറ്റം പറയുന്ന പല രാജ്യങ്ങളിലും പോയിട്ട് മോശമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് പറയും ബില്ലുകളൊന്നും പ്രോപ്പറായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നില്ല, അതെല്ലാം വോട്ട് ചോരിയാണ്, അതെല്ലാം ഒരു പ്രൊപ്പഗണ്ടയാണെന്ന് പറയുന്നതാണ് രാഹുൽ ഗാന്ധി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിക്കൂടാ എന്നല്ലേ നമ്മൾ രാഹുൽ ഗാന്ധിയിലൂടെ പഠിക്കുന്നത്. ഈ പ്രതിപക്ഷം ആക്ച്വലി വിമർശനം ഉന്നയിക്കണം, പക്ഷെ അതിനൊരു രാജ്യ താല്പര്യം, നാഷണൽ സെക്യൂരിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രതികരിക്കേണ്ടത്. പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണം, അതിനൊരു വാലിഡിറ്റി വേണം, നമുക്ക് ക്രെഡിബിലിറ്റി വേണം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയും. യുക്തിപരമായിരിക്കണം, ഇരട്ടത്താപ്പ് കളിക്കരുത്. അവിടെയാണ് അതിന് പ്രശ്നം വരുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നതിന് കുഴപ്പമെന്ന് വെച്ചാൽ ഓക്കെ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഹിസ്റ്ററി, ഞാൻ രാഹുൽ ഗാന്ധിന്റെ ഒരു ഹിസ്റ്ററി മൊത്തം നോക്കിയതാണ്. ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ പ്രോഗ്രസ് കാർഡ് നമ്മളിപ്പം ഭരിക്കുന്ന തൊട്ടുള്ള. രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു 2000 എനിക്ക് ഞാനൊക്കെ ചെറുപ്പത്തില് 10 അങ്ങനെന്തോ പഠിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് നല്ല ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ചാമിങ് ആയി, കാണാനൊക്കെ നല്ല നല്ല ആളാണ്, ഇഷ്ടംപോലെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സമയത്താണ് ഈ പുള്ളി രാഷ്ട്രീയത്തിൽ വരുന്നത്. ഞാൻ ആക്ച്വലി പണ്ട് KC ആയിരുന്നു. അന്നത്ര നമുക്ക് രാഷ്ട്രീയം ഒന്നും അറിയില്ല. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മള് അന്നത്തെ കോളേജ് സ്റ്റൈലിൽ നമുക്കിപ്പോ അടി ഉണ്ടാക്കുമ്പോൾ അത് അല്ല, നമ്മളവിടെ KC ആണ് കൂടുതലുള്ളത്. നമ്മള് മലബാർ ഏരിയയിലാണ് KC കൂടുതലുള്ളത്. പിന്നെ KCU ഓട്ടോമാറ്റിക് ആയിട്ട് KCU നമ്മളിപ്പോ ഒരു കോളേജിൽ പോകുമ്പോൾ നമ്മൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല. നമ്മളവിടെ ആളുകളെ കാണുന്നത് SFIന് പണ്ടേ ഇഷ്ടമല്ല. SFI അല്ല, ഇടതുപക്ഷം അല്ലെ അവരുടെ രീതികളൊന്നും എന്തോ പണ്ടേ ഇഷ്ടമല്ല. അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കേടുണ്ടായിരുന്നു. നമ്മളങ്ങനെ പഠിച്ചിട്ടുള്ള ഇഷ്ടക്കേടൊന്നല്ല. പഠിച്ചപ്പോ കൂടുതൽ ഇഷ്ടമല്ലാതായി. പഠിച്ചപ്പോ അത് ഭയങ്കര പ്രശ്നമാണെന്ന് മനസ്സിലായി. നമ്മൾ ആളുകളോട് തന്നെ പ്രശ്നം, പഠിച്ചപ്പോ ആശയത്തിനോട് തന്നെ പ്രശ്നമായി. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓപ്ഷൻ കേസ്, നമുക്ക് എന്തായാലും രാഷ്ട്രീയ പാർട്ടി വേണം. നമ്മളൊന്നും അങ്ങനെ വളരെ മാന്യമായി ഒന്നും കോളേജ് ലൈഫ് കഴിഞ്ഞ ആളുകളല്ല. അപ്പൊ എന്തെങ്കിലും ഒരു പാർട്ടി വേണം, നമുക്കൊരു ബാക്കപ്പ് വേണം. അപ്പൊ അങ്ങനെ KCU ആയി. പിന്നെ അതിനുശേഷം നമ്മളൊരു 2012 ഒക്കെ ആവുന്ന സമയത്ത് കോളേജ് കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെ ഇതിനെ പറ്റിയൊക്കെ വരുന്നത്. അപ്പം വിമർശിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അന്നും ഈ സംഖ്യയാക്കുന്ന പരിപാടി ഉണ്ട് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലും. ഒന്നിപ്പോ ഇവിടെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ആ സമയത്ത്
ഇൻസ്റ്റാഗ്രാം ഇതൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. എനിക്കൊന്ന് ഞാനൊക്കെ ഓർക്കൂട്ട് കാലഘട്ടങ്ങളാണെന്ന് ഓർക്കൂട്ട് കാലഘട്ടം ഓർക്കൂട്ടൊക്കെ കഴിഞ്ഞു. ഓർക്കൂട്ടൊക്കെ ഏകദേശം തീരുമാനമായ സമയത്ത് അന്ന് ഫേസ്ബുക്ക് ഒക്കെ വന്നിട്ടുള്ളൂ, അത്ര ഇതായില്ല. 2008 ഫേസ്ബുക്ക് വരുന്നത്. പക്ഷെ അന്ന് ആരും അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. 12 സമയമൊക്കെ ആകുമ്പോൾ ആരും അങ്ങനെ ഫേസ്ബുക്ക് ആയിരുന്നു. അപ്പം ഈ സമയത്ത് ഈ പറയുന്ന പോലെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് വിമർശനങ്ങൾ ഇങ്ങനെ നമ്മളെ അന്നുണ്ട് ഈ സംഖ്യ, പക്ഷെ വളരെ റയർ ആയിട്ട്. കാരണം അന്ന് ഇവിടെ BJP-ക്കാരൊന്നും ഇവിടെ ഇല്ല, മോഡി വന്നിട്ടില്ല. പിന്നെ ഈ സമയത്ത് പിന്നെ മോഡിയുടെ, ഞാൻ ബാംഗ്ലൂരായിരുന്നു, മോഡിയുടെ പ്രസംഗങ്ങൾ കേൾക്കും. നമ്മളെ ഫ്രണ്ട് സർക്കിൾ മാറി. നമ്മൾ ഈ നാട്ടിലാകുമ്പോൾ നമുക്ക് ചുറ്റും ഫുൾ കോൺഗ്രസ്സുകാരാ, നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ CPM ആരാ. പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ. ഇപ്പൊ നമ്മൾ കർണാടകയിലൊക്കെ ആ സമയത്ത് പോകുമ്പോൾ ഒരു 2-ൽ-1 BJP-യാണ്. നമ്മൾ കേരളത്തിൽ പോകുമ്പോൾ 2-ൽ-2 CPM കോൺഗ്രസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പുതിയ പാർട്ടിക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അന്ന് എനിക്കും ഒരു വേറൊരു ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അറിയില്ല, ഒന്നും അന്വേഷിക്കാനൊന്നും പോലില്ല. അന്ന് ഇപ്പോഴത്തെ പോലെ യൂട്യൂബ് അങ്ങനെയൊന്നും ഇല്ല, നോക്കുന്നില്ല, ചാറ്റ് ഒന്നും ഇല്ല. ആകെ ഒരു യാഹു ചാറ്റ് എന്തോ സാധനം മാത്രമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാര്യം നോക്കുന്നു, പ്രസംഗങ്ങൾ നോക്കുമ്പോൾ ഒക്കെ ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല രീതിയിൽ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എതിർപ്പ് പറയുമ്പോൾ പ്രശ്നം വരുന്നു. ഇതേപോലെ BJP ആക്കുന്ന, അന്ന് പാൻ ഇന്ത്യൻ ലെവലൊക്കെ ഈ പരിപാടി ഉണ്ട് BJP ആക്കുന്നത്. കേരളത്തിൽ ആ ട്രെൻഡ് വരുന്നുള്ളൂ, ഇവിടെ BJP കുറവില്ല. അങ്ങനെയാണ് പിന്നെ നമുക്ക് ആകെ ഉള്ള ഒരു ഓർമ്മ, എനിക്ക് BJP ഓർമ്മ പണ്ടെങ്ങാണ്ട് പത്രത്തിൽ കറുപ്പ് ലെറ്ററിൽ ഗുജറാത്ത് കലാപം എന്നൊക്കെ വലുതായിട്ട് എഴുതിയ ഗോത്ര എന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസ്, അതിന്റെ കൂടെയാണ് BJP നയിക്കുന്നത്. പിന്നെ നാട്ടിലുള്ള കാവ്യൊക്കെ കൊടുത്ത കുറച്ച് ആൾക്ക് ആ ഒരു ലൈനിലാണ് നമ്മൾ നിൽക്കുക. അപ്പം പിന്നെ നോക്കുമ്പോ പിന്നെ അങ്ങനെ നമ്മൾ ഓരോ നോക്കി മനസ്സിലായി. പിന്നെ നമ്മൾക്കൊരു കാര്യമുണ്ട്, നമ്മളൊരാള് ചുമ്മാ കുറ്റം പറഞ്ഞാൽ നമ്മൾ അത് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു വെക്കും. പിന്നെ നമ്മൾ ഓരോന്നിനും നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ക് റെക്കോർഡ് എടുക്കുന്നത്. രാഹുൽ ഗാന്ധി അതിന് ശേഷം അമേത്തിയിലാണ് തോന്നുന്നത്, അമേത്തിയിൽ വന്ന്. പക്ഷെ അമേത്തി അങ്ങനെ ഞാൻ അതിന്റെ ഒരു പ്രോഗ്രസ് കാർഡ്, റായ്ബറേലി ഉണ്ട് സോണിയാഗാന്ധിന്റെ, അമേത്തിയുണ്ട്. ഈ 2 ഇവരെ മെയിൻ. UP-യിലെ ഏറ്റവും മോശം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഏതോ ചോദിച്ചാൽ റായ്ബറേലി അമേത്തിയാണ്. കംപ്ലീറ്റ് സ്റ്റാറ്റ്സ് എന്റെ കയ്യിലുണ്ട്, A to Z എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ബേസിക് ആയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി മുതൽ നമ്മളെ ബിസിനസ് രീതിയിൽ, എക്കണോമി, സ്കൂളുകൾ, എല്ലാം A to Z കാര്യങ്ങള്. നമ്മളെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, മറ്റേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പ്ലേ ഗ്രൗണ്ട്, ഞാൻ എല്ലാ ഡാറ്റയും നോക്കിയിട്ടുണ്ട്. വെള്ളത്തിന്റെ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റി, ഒരു 10-30 ഫാക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ UP-ന്റെ ഒരു ആവറേജ് ഉണ്ടാവും. ഇതിന് ഏറ്റവും മോശത്തിൽ നിൽക്കുന്ന ഈ 2 സ്ഥലങ്ങളാണ് ഈ റായ്ബറേലി അമേത്തിയും. ഈ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാർലമെന്റിൽ മീൻസ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ചോദ്യങ്ങളില്ല, ഡിബേറ്റിൽ പങ്കെടുക്കുന്നില്ല, അറ്റൻഡൻസ് ഇല്ല, വളരെ മോശമാണ്. പിന്നെ ഇതൊരു കുടുംബാധിപത്യം പോലെ കിട്ടി വരുന്ന ഒരു സീറ്റാണ്. അതെ, പണ്ട് ഇന്ത്യ കൈമാറി ഭരിച്ചത് നെഹ്റു കുടുംബമായിരുന്നല്ലോ, അത് ഗാന്ധി കുടുംബമായി. അത് ബ്രിട്ടീഷുകാർ നെഹ്റു കുടുംബത്തിന് ഇന്ത്യ വിറ്റു നമ്മൾ തമാശക്ക് പറയാറുണ്ട്. അതുപോലെ അപ്പം പിന്നെ രാഹുൽ ഗാന്ധി നമ്മൾ ട്രാക്ക് റെക്കോർഡ് വേണം. നമ്മൾ വേറെ ആളുകൾ നോക്കുമ്പോൾ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് വികസനങ്ങൾ കാണും. ഞാൻ നല്ല ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ 2013 മുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഒരു സ്ഥലം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അന്നൊക്കെ അത്യാവശ്യം നല്ല ട്രാവൽ. ഇപ്പൊ വർഷത്തിൽ തന്നെ ഒരു ഓൾ ഇന്ത്യ ഒരു 3 വട്ടമൊക്കെ പോകുന്ന നമുക്ക് ഈ മാറ്റങ്ങൾ കാണും. ഈ മാറ്റങ്ങൾ നമ്മൾ ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ദേഷ്യം വരും, നമ്മൾ കൂടുതൽ അതിനെ പറ്റി സംസാരിക്കും. ഇങ്ങനെ ആണ്. പിന്നെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനൊരു ക്യാൻസൽ കൾച്ചർ പോലെയാ BJP എന്ന് പറയുമ്പോഴേ അങ്ങനെ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ഒരു സംഘിപ്പട്ടം ചാർത്തല്. അത് പ്രിവിലേജ് ഇല്ലാത്ത ആള്, പ്രിവിലേജ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു നമുക്കൊരു അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ നാട്ടിലൊക്കെ നമ്മളിപ്പോ സാധാ ജോലിയൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു BJP-ക്കാരനാണ്, ചെറിയൊരു മാറ്റി നിർത്തലുണ്ടാവും. അത്യാവശ്യം പ്രിവിലേജ് ഉള്ള വലിയ കുഴപ്പമില്ലാത്ത ആളുകൾക്ക് പ്രശ്നമില്ല. അപ്പൊ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ലാതെ നമുക്ക് നമ്മളതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കാണും. അപ്പൊ ഈ കോൺഗ്രസും CPM-ഉം വളരെ നല്ലത്, BJP എന്ന് പറയുമ്പോൾ പ്രശ്നം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കോൺഗ്രസ് ഹിസ്റ്ററിയിൽ അവർ ചെയ്ത പഴയ കാര്യങ്ങള്, ചൈനയായിട്ടുള്ള കാര്യങ്ങള്, യുദ്ധത്തിന്റെ കാര്യങ്ങള്, പല കാര്യങ്ങളും നോക്കുമ്പോൾ എല്ലാം പിന്നെ ഈ പറയുന്ന പോലെ വികസിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മൾ കണക്കുകളെല്ലാം എടുത്തു നോക്കി നമ്മളെല്ലാം. പിന്നെ നമ്മൾ ഗൂഗിൾ നമ്മളെല്ലാം എന്തും നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ കിട്ടും, എല്ലാം നോക്കും. പിന്നെ അതിനുശേഷം മോഡിയുടെ വന്നപ്പോൾ ശേഷം മോഡിന്റെ ടൈമൊക്കെ ആയപ്പോ അന്ന് ഭരണം ആക്ച്വലി ഇന്ത്യയുടെ ഭരണം ഉണ്ടെങ്കിലും സ്റ്റേറ്റ്സ് ആക്ച്വലി കുറവാ. പിന്നെ സ്റ്റേറ്റ്സ് മാറുമ്പോൾ അതിനെ മാറ്റം. പിന്നെ ഗുജറാത്തിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോ അത്രയും അതിന്റെ എല്ലാ രീതിയിലും പെർഫോമൻസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത് ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ പറയുന്ന കൃത്യമായ സ്റ്റാറ്റ്സ് ഞാൻ പല ചർച്ചയിലൊക്കെ മീൻസ് ചെറിയ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഗുജറാത്തിന്റെ ഒക്കെ ചർച്ചകളിൽ നമുക്ക് അത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾക്ക് പോലും ഗുജറാത്തിന്റെ ഒരു 2002-2020 വരെ എടുത്തു നോക്കിയ ഗുജറാത്തിന്റെ ഡെവലപ്മെന്റ് ഒരു പാർട്ടിയും ചെയ്യാത്ത, എന്നുവെച്ചാൽ ഗുജറാത്തിന്റെ എല്ലാ രീതിയിലും, ഗുജറാത്തിലെ നമ്മളിപ്പോ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചാൽ അത് സൂപ്പർ ആയിന്നല്ല, കാരണം അത്രയും മോശമായിരുന്നു. നമ്മളൊരു 0-ൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് 20 എത്തിക്കുന്നത്
വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു 50 എത്തിക്കുന്ന വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യം. നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ പണ്ടേ നമ്മൾ ഇത് ഓൾറെഡി റെഡി. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്തിട്ട് കാര്യമില്ല. അതെ അതെ നമ്മള് കേരളം ഒരു 2000 നമ്മൾ ഇതിനെ എങ്ങനെ നോക്കേണ്ടത് വെച്ചാൽ കേരളം ഒരു 2000 എങ്ങനെയാണോ ആ ലെവലിന് എത്ര ഡെവലപ്പായി ഗുജറാത്ത്, അപ്പൊ ആ റേറ്റ് നോക്കാൻ പറ്റുള്ളൂ. റേറ്റ് നോക്കാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ നോക്കിയിട്ട് കാര്യമാണ്. കാരണം കേരളം ഓൾറെഡി പണ്ടേ ഇതിലൊക്കെ ഉള്ളതാ. ഗുജറാത്തൊക്കെ വെച്ച് വരുന്നത് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് എലക്ട്രിസിറ്റി ബോർഡൊക്കെ നഷ്ടത്തിലാണ്, വെള്ളമില്ല. ഗുജറാത്തിലെ 3-2 പ്രദേശം ഈ പറയുന്ന ആകെ നമ്മൾ പറയല്ലോ ഡ്രൈ ഏരിയ ആണ്. അപ്പൊ അവിടെ പിന്നെ ഇതില്ല, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ല, ബിസിനസ് ഇല്ല. ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിനുശേഷം വന്നതാ. അപ്പൊ അത് ഈ BJP ഗവൺമെന്റിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഗുജറാത്തില് പക്ഷെ അവര് സമ്മതിച്ചിരുന്നില്ലല്ലോ, ഇതൊന്നും അവര് സമ്മതിച്ചിരുന്നില്ല. ഇവിടെ ചർച്ചകൾ നടക്കുന്നത് ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ചർച്ച ചെയ്ത ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, BJP ഇന്ത്യയിൽ എന്താണ് ചെയ്തത്?